ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ പിന്നെ പിറ്റേ ദിവസമാട്ടോ ചെയ്യുന്നത്. അപ്പം എന്താ ഫസ്റ്റ് തന്നെ നെച്ചുകുട്ടീനെ ഉറക്കി എന്നിട്ടാട്ടോ ഞാൻ പിന്നെ പണിയെടുക്കൽ തുടങ്ങി. അപ്പം ഹാളത്തെ ജനൽ തുടക്കാണ്. ഹാളത്തെ ജനലിൻ്റെ ആദ്യം പുറഭാഗം തുടച്ച് പിന്നെ ഉൾഭാഗം തുടക്കുക വെച്ചാൽ അതിൻ്റെ അടി നെച്ചുകുട്ടി നീച്ചാൽ പിന്നെ പുറഭാഗം തുടക്കൽ നടക്കൂല. അപ്പോൾ പിന്നെ ആദ്യം പുറഭാഗം തുടച്ച് പിന്നെ ഉൾഭാഗം തുടച്ച് അങ്ങനെ നല്ല പൊടിയുണ്ട് കേട്ടോ. കാരണം ഈ പൊടി പാറുന്ന കാലല്ലേ, ചൂട് കാലല്ലേ, നല്ല പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി. പിന്നെ ചുമരുമലൊക്കെ ചളിയും തേനമഷി അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കിട്ടും. അതൊക്കെ ഉരച്ച് കളഞ്ഞ് പിന്നെ അവിടെയൊക്കെ ഒന്ന് തോത്തി ഒക്കെ ചെയ്ത്. അപ്പോൾ അവിടെ വാഷ് ബേസ് എടുത്ത് തന്നെയായതുകൊണ്ട് സുഖമായിട്ടു. അവിടെ നിന്ന് കഴുകി പിന്നെയും തുടക്കുക. അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി. അതിൻ്റെ ഇടയിൽ നെച്ചുകുട്ടി നീച്ച് പിന്നെ ഞാൻ ഫോൺ വെച്ചോളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ മുന്നിൽ പോയി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ കാട്ടുണ്ടായിരുന്നു. പിന്നെ മേശ തുടക്കാൻ ഓളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾ നീച്ചാൽ പിന്നെ എല്ലാത്തിനും ഓളെ സഹായിച്ചു. ചിലപ്പോൾ പിന്നെ ഓളെ സഹായിച്ച് ഇരട്ടിപ്പണി ആവുന്നുള്ളൂ. ഏതായാലും ഓള് കുറേ കസാലൊക്കെ വെച്ച് കയറിയൊക്കെ നോക്കിയിട്ടോ. ഓളിൻ്റെ അപ്പം ഞാൻ 2 തുണി കഷ്ണം എടുത്തിന്. ഒന്ന് നോക്കും കൊടുത്തു, ഞാനും കൊടുത്തിട്ടോ. എന്തായാലും ഓൾ നീച്ചൻ്റെ ഒപ്പം വരും ചറിയിന്. അപ്പോൾ പിന്നെ ഞാൻ 2 എടുത്ത്. ഒന്നുകൊണ്ട് ഓളും തുടക്കുന്നുണ്ട്, ഒന്നുകൊണ്ട് ഞാനും തുടക്കുന്നുണ്ട്. ഓളെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കണോടത്ത് തന്നെ ഓക്കും തുടക്കണം. അങ്ങനെ ഒരു കുഴപ്പമുണ്ടേനി. ഞാൻ കുറേ പറഞ്ഞു എന്നാലും പോകില്ല കേട്ടോ. ഏതായാലും അങ്ങനെ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലൂടി അത് തുടക്കേനി. അതിൻ്റെ ഇടയിൽ പിന്നെ അപ്പുറത്തെ താത്തണ്ടേനി. അപ്പം അതിനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു നിന്ന്. അപ്പോഴും ഓള് വന്നിട്ടോ. അപ്പം അങ്ങനെ കുറച്ച് നേരം അങ്ങനെ വർത്താനം പറഞ്ഞു നിന്ന്. അപ്പോഴൊക്കെ ഞാൻ ഫോൺ ഓഫാക്കാൻ മറന്നിട്ടോ. ഓണാക്കിയ കാര്യം തന്നെ ഓർമ്മയില്ല, അതേ സംഭവം. അതുകൊണ്ട് കുറേ നേരം അങ്ങനെ പോയി. പിന്നെ ഞാൻ ജനൽ ഇങ്ങോട്ട് അടച്ച്, നെച്ചുകുട്ടിയായിട്ട് അടച്ച്, ഞാനല്ല. നെച്ചുകുട്ടിക്ക് ജനൽ തുറക്കണ്ടിട്ട് അടക്കണം. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഹാളത്ത് മാറാലൊക്കെ തട്ടി. ഞാൻ ഓരോ റൂമ് നന്നാക്കുന്നതിനനുസരിച്ച് ആ റൂമത്ത് മാറാലി തട്ടലാട്ടോ. അങ്ങനെ തട്ടയച്ചാൽ നീ ഫസ്റ്റ് തട്ടിയിട്ടാൽ പിന്നെ അപ്പോത്തിന് പിന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഓരോ റൂം തട്ടിയതിനനുസരിച്ച് തട്ടി നന്നാക്കി. അങ്ങനെ മാറാലൊക്കെ തട്ടി ഹാളത്തെ അതൊക്കെ തട്ടി കഴിഞ്ഞു. ഇച്ചുകുട്ടി ഇപ്പോഴും ഉണ്ട് കേട്ടോ എൻ്റെ ഒപ്പം. അവളെ താഴത്തുണ്ട്. ഓളടുത്തേക്ക് ക്യാമറ കുറച്ച് മുകൾക്കായി പോയി, താഴത്തേക്കാണെങ്കിൽ ഓളെ കാണുന്നു. ഓളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, വിക്രസും കാട്ടി. കണ്ടില്ലേ, അത് ഹാളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം അടിച്ചേരിനി. അപ്പം എൻ്റെ ഇപ്പം അടിച്ചേരാൻ കൂടിയതാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി അവിടെ അരക്കാണ്ടേനി, ചുമരൊന്ന് കഴുകാണ്ടേനി. അതൊക്കെ ഒന്ന് കഴുകി. ഓളടുത്തുള്ള കുപ്പിയിൽ സോപ്പും വെള്ളം കേട്ടോ, സോപ്പും പൊടിൻ്റെ വെള്ളം ഞാൻ കഴുകാൻ വേണ്ടി ആക്കി വെച്ചതേനി. ഓക്കത് വേണം, അതിന് വാശി പിടിച്ചിനി. ഒക്കെ എൻ്റെ കയ്യിൽ എന്താ കാണുന്നത് അതൊക്കെ ഓക്ക് വേണം. അതിൻ്റെ വൈത്താലെ വരേനി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഓളെ ഉറക്കിയത് പിറ്റേ ദിവസമാട്ടോ എടുത്തത്. പിന്നെ ഞാൻ എല്ലാ ദിവസത്തെയും എല്ലാ നോമ്പും ഒരു വീഡിയോയിൽ ഒതുക്കാട്ടോ. അതുകൊണ്ടാണ് നെച്ചുകുട്ടീനെ പിന്നെ ഓർക്കണ കാരണം. ഒക്കെ 2-3-4 ദിവസത്തെ ഒപ്പാക്കിയതാട്ടോ. അങ്ങനെ ഹാളത്തെ അടിൻ്റെ സൈഡ് ഭാഗമൊക്കെ പിന്നെ ഞാനിങ്ങനെ ഉരച്ച് ചുമരൊക്കെ കഴുകിയല്ലോ. അപ്പം അതിൻ്റെ അതൊക്കെ അവിടെ താഴെ ഉണ്ടായിനി. ആകെ വെള്ളയിനി. നെച്ചുകുട്ടി അതിൻ്റെ അടിയിൽ നീച്ചാൽ ആകെ പണിയാവും. അവൾക്ക് ഉഗ്ഗും, കാരണം ടൈലും കൂടിയല്ലേ. പിന്നെ ഞാൻ വേഗം അവിടെയൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കി. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ അടിച്ചേരി തുടച്ചിട്ടു. എല്ലാ അകും ഹാളും ഒക്കെ പാടൊന്നും അടിച്ചേരി തുടച്ച്. ഫസ്റ്റ് ഞാൻ അവിടെ തുടക്കാൻ കാരണം അവിടെ നല്ല വെള്ളം ഉണ്ടായിനി. അപ്പം പിന്നെ നീച്ച വെള്ളക്ക് പോകും വിചാരിച്ച് അവിടെ വേഗം തുടച്ച്. പിന്നെ കുറച്ച് ഉണങ്ങിയാൽ പിന്നെ ഞാൻ എല്ലായിടത്തും അടിച്ചേരി വൃത്തിയാക്കി തുടച്ചിട്ടോ. പിന്നെ പിറ്റേ ദിവസമായി. അപ്പോൾ വേറെ റൂമത്തെ
റേക്കുണ്ട്. അപ്പോൾ ആ റേക്ക് നന്നാക്കാൻ വിചാരിച്ച് ഞാൻ കടക്കിയിൽ കസാല വെച്ചിട്ട് കയറുന്നത്. അതാണ് കസാല അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങണേ. അപ്പം ആദ്യം ഹാളത്തെ അടിച്ചെരിയാൻ നിലത്തേക്ക് വെക്കണില്ല കേട്ടോ, കാരണം നിച്ചുകുട്ടിയാണ് താഴെ. അതുകൊണ്ട് ഞാൻ ചേരട്ടിപ്പണിയാവും. അപ്പോൾ ഞാൻ ആ ഒരു സ്ഥലം അടിച്ചേരിയിട്ട് അങ്ങോട്ട് പിന്നെ ബാക്കി സാധനങ്ങൾ നീക്കി വെച്ച് പിന്നെ ഇങ്ങോട്ട് തന്നെ വെച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടിട്ടോ. അതിൻ്റെ ഇടയിൽ നിന്ന് നെച്ചുകുട്ടി കളിച്ച് ഒരു ഇത് കിട്ടി, സൂചിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കൊടുത്ത് അയിമ കുറച്ച് നേരം ഓള് കൂടി. അതുകൊണ്ട് പിന്നെ അവളോട് എത്ര പണ്ടും കേൾക്കില്ല, കാരണം റേക്കൊക്കെ നിന്നപ്പോൾ എന്തായാലും പൊടി ഉണ്ടാവുമല്ലോ. നേരെ ഓളെ മീത്തക്കേനി പറഞ്ഞിട്ട് കേൾക്കണില്ല. പിന്നെ ഞാൻ ആ റൂമിൽ തന്നെ അലമാരിൻ്റെ മേലൊക്കെ ഒന്ന് ശരിയാക്കി, കുറച്ച് ട്രോഫി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി. ഒക്കെ ഞാൻ താഴത്തേക്ക് വെക്കാതെ നിൽക്കട്ടോ. അവിടെ നിന്ന് തൂത്തി ഞാൻ ആ റേക്കിൻ്റെ മേലൊക്കെ ഒന്ന് താഴത്തേക്ക് വെച്ചാൽ ഓൾ അതിൻ്റെ ഒക്കെ കാര്യത്തിൽ തീരുമാനം. അപ്പം അവിടെ ഞാൻ താഴത്തേക്ക് വെച്ചില്ല. ഇത് പിന്നെ ഉമ്മാൻ്റെ ഉമ്മിപ്പി അതുപോലെ ഫോട്ടോയും കിട്ടും, അതൊക്കെ ഒന്ന് തൂത്തി വെച്ച് പിന്നെ ഞാൻ ആ റൂമത്തെ മാറാലും കുറച്ചൊക്കെ തട്ടി. ഞാൻ കസാല വെച്ച് കയറുന്ന കണ്ടാണ്ട് നിച്ചുകുട്ടിക്കും ഓളെ കസാല അടുക്കളയിൽ ഇനി അതെടുത്ത് ഓടുന്ന് കടക്കിന്ന് കസാല വെച്ച് കയറിയത്. അല്ല അറ്റത്തേക്കൊന്നല്ല കേട്ടോ കയറിയത്, ഓള് ജനൽമക്ക കയറി. അതുകൊണ്ട് പിന്നെ വലിയ വിഷയമല്ല. അതുകൊണ്ടാണ് ഞാനൊരു ഇതുമില്ലാതെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ അലമാര തുടക്കാണ്. അപ്പം എന്താ ആദ്യം റേക്കും അലമാരിൻ്റെ മേലും തട്ടിയിട്ട് അലമാര തുടച്ചിട്ട് കാര്യമുള്ളൂ. അതാണ് കേട്ടോ വേഗം തുടക്കാൻ. അപ്പോൾ അതൊക്കെ തട്ടിക്കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ അലമാര തുടക്കുകയാണ്. ഇച്ചുകുട്ടി അതിലങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഓളയും വലിയ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അങ്ങനെ. പിന്നെ ഞാൻ വേറൊരു റൂം നന്നാക്കി പിറ്റേ ദിവസം കേട്ടോ. അവിടുത്തെ റാക്ക് നന്നാക്കി, അതും അതേമാതിരി ഒരു സ്ഥലം തട്ടിയിട്ട് പിന്നെ മറ്റേ സ്ഥലത്തേക്ക് വെച്ച് അങ്ങനെയൊക്കെ തട്ടി. പിന്നെ കാക്കുവിൻ്റെ പണിക്ക് എടുക്കുന്ന സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു, മെഷീനും കാര്യങ്ങളൊക്കെ. അതൊക്കെ പിന്നെ ആ റേക്കുമൊക്കെ വെച്ച്, അതൊക്കെ കട്ടിലിൻ്റെ ചുവട്ടിലേനി, അതൊക്കെ എടുത്ത് റേക്കുമൊക്കെ ഒന്ന് വെച്ച് അവിടെയൊക്കെ ഒന്ന് ശരിയാക്കി. ഇവിടെയും ഞാൻ കട്ടിൽമേലാട്ടെ കയറുന്നത്. ഈ റൂമിൽ കട്ടിൽമേൽ പിന്നെ കിടക്കല്ല കേട്ടോ, കടക്ക ഞാൻ എടുത്ത് വെച്ചിരിക്കണേ. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായി, ആ സാധനങ്ങളൊക്കെ റേക്കുമൊക്കെ വെച്ച്. ഏതായാലും ആ റേക്കുമത്തെ പണി കഴിഞ്ഞ് പിന്നെ ഞാൻ കബോർഡ് നന്നാക്കാൻ തുടങ്ങി. കബോർഡും അതേമാതിരി സാധനങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി. പിന്നെ അവിടെയും തുടച്ച് എന്നിട്ട് അങ്ങോട്ട് തന്നെ എടുത്ത് വെച്ച് ഇവിടെ ഇതാക്കി വെച്ച് കുറച്ച് പണിയിനി, കാരണം കബോർഡൊന്നും സാധനങ്ങൾ എടുത്തൊക്കെ അത് കഴിയൂല. അപ്പോൾ എടുത്ത് വെച്ചാൽ നിച്ചുകുട്ടി എടുക്കുകയും ചെയ്യും. അങ്ങനെ രണ്ടാം പണിയൊക്കെ കുറേ കിട്ടിയിട്ടോ. പിന്നെ ഞാൻ ആ റൂമിൽ തന്നെ ജനൽ തുടച്ച് ഇവിടെ ഉണ്ട് ഒരു ചെറിയ അലമാര, അപ്പോൾ അലമാര ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ അടുക്കളക്ക് പോണതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു അടുക്കളയല്ല, ഒരു എന്താ പിന്നെ പറയുക വർക്കേരി, അതുമല്ല ഒരു സംഭവം. അപ്പം അവിടുത്തെ റേക്ക് നന്നാക്കി. റേക്കൊക്കെ കാക്കു എനിക്ക് കജ്ജൂലേച്ച് വന്നിട്ട് നന്നാക്കാൻ, ഞാൻ വന്നിട്ട് നന്നാക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഓലൊന്നും കാത്തുനിന്നാൽ ശരിയാവുമല്ലോ, ഒഴിവ് കിട്ടുന്നില്ലേ. എല്ലാവർക്കും ഞായറാഴ്ചയിലെ ലീവ്, ഞായറാഴ്ച പിന്നെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും ചോദിച്ചു. പിന്നെ ഞായറാഴ്ച കഴിയൂല. പിന്നെ ഞാൻ എടുത്ത് അങ്ങനെ കുറച്ച് എടുക്കാമല്ലോ വിചാരിച്ച് ഞാൻ തന്നെ എടുക്കൽ തുടങ്ങിയതാട്ടോ. അങ്ങനെ ആ റേക്ക് നന്നാക്കി കഴിഞ്ഞ് സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ച് പിന്നെ അവിടെ കബോർഡ് നന്നാക്കി തുടങ്ങി. കബോർഡിൽ ഗ്ലാസും കാര്യങ്ങളും പ്ലേറ്റ് ഒക്കെ പൊട്ടുന്ന സാധനങ്ങളാട്ടോ. അപ്പുറത്ത് തൊട്ടിൽ അങ്ങനെ ആടുന്നുണ്ട്, വേറെ എന്തോല്ല നിച്ചുകുട്ടി അവിടെ കളിച്ചാണ്. അത് കഴിഞ്ഞ് പിന്നെ ആ ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ഒന്ന് കേകി വെച്ച്, എടുക്കണമെന്നല്ല എന്നാലും നമ്മളൊന്ന് കേകി വെക്കണമല്ലോ. അങ്ങനെ കേകിയൊക്കെ വെച്ച് അവിടെ റെഡിയാക്കി. പിന്നെ അവിടെ ചുമരും ആ ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ച് വൃത്തിയാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജ് നന്നാക്കി. നിച്ചുകുട്ടിയോട് ഉറങ്ങാട്ടോളം ശരിക്കും കാണുന്നുണ്ട്, ഞാൻ അപ്പോഴാട്ടോ ശ്രദ്ധിക്കണേ. ആ റൂം ശരിക്കും കാണുന്നുണ്ട് കേട്ടോ, ഇവിടെ ക്യാമറ വെച്ചിട്ട് ഞാൻ അപ്പോഴാട്ടോ ശ്രദ്ധിക്കണേ. ഏതായാലും ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് നന്നാക്കി റെഡിയാക്കി. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഞാൻ അവിടുത്തെ വാതിൽ കട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് തുടച്ച് കഴുകി വൃത്തിയാക്കി.
പിന്നെ സ്വിച്ച് ബോർഡൊക്കെ ആകെ ചളി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. സ്വിച്ച് ബോർഡാകുമ്പോൾ നല്ലോണം പിയ്യണമല്ലോ, അല്ലെങ്കിൽ ഷോക്ക് അടിച്ചു വരും. പിന്നെ നല്ലോണം പിഴിഞ്ഞ് നല്ലോണം വൃത്തിയാക്കി. അങ്ങനെ വാതിൽ വരച്ച് അത് അങ്ങനത്തെയൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ ആ റൂമത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ അടിച്ചേരി തുടച്ച് പിന്നെ മറ്റേ റൂമത്തെ റേക്കും അലമാരയും ഫാനും മാത്രമല്ല ഞാൻ തുടച്ചത് കേട്ടോ. പിന്നെ ഞാൻ അവിടുത്തെ ജനലും പാടൊന്ന് തുടച്ച്, ജനലും വാതിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ആദ്യം ജനൽ തുടച്ച്, പിന്നെ കഴിഞ്ഞ് പിന്നെ ഞാൻ വാതിലും തുടച്ച്. അവിടെ കഴിഞ്ഞപ്പോൾ പിന്നെ ആ റൂമത്തെ കഴിഞ്ഞു കേട്ടോ. ആ റൂമത്തുള്ള പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാ റൂമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കള എത്തി. അപ്പോൾ ആദ്യം തന്നെ അടുക്കളയിലത്തെ മാറാലൊക്കെ തട്ടി ചോറും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേ അടുക്കള ഉണ്ടായിരുന്നു മറ്റേത് അപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ. കാരണം മാറാലും പൊടിയൊക്കെ ആകെ പൊടിയാവും. അതുകൊണ്ട് ഞാൻ നിച്ചുകുട്ടി ഉണ്ട് കേട്ടോ എൻ്റെ ഇപ്പം പണിയെടുക്കാൻ. അവള് കുപ്പിയൊക്കെ അട്ടിക്കിട്ട് കളിച്ചിരുന്നു. ഏതായാലും പിന്നെ ഞാൻ അവിടുത്തെ ഫസ്റ്റ് തന്നെ അവിടുത്തെ കബോർഡ് നന്നാക്കാൻ വിചാരിച്ച്. റാക്കില്ല, അപ്പോൾ പിന്നെ കബോർഡാണില്ലേ, അപ്പോൾ അവിടെ നന്നാക്കിയിട്ട് ബാക്കിയെല്ലാം നന്നാക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ നന്നാക്കി കഴിഞ്ഞിട്ടോ. പിന്നെ കുറേ കുപ്പികളുണ്ടായിന് സാധനങ്ങളൊന്നും ഇല്ലാത്ത. അപ്പോൾ അതൊക്കെ ഒന്ന് മോള് കഴുകി വെച്ച് സാധനങ്ങളൊക്കെ ഒഴിച്ച് കഴുകി വെച്ചതാട്ടോ. വേറെ കുപ്പി എടുക്കാത്ത കുപ്പികളുണ്ടായിന് ആക്കിക്കാണ്ട്. അതിന് പിന്നെ പാത്രമൊക്കെ വെക്കണം സ്റ്റാൻഡ് കഴുകി. അതിലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് സോപ്പിട്ടൊന്നും മോറേണ്ട ആവശ്യമില്ല, കാരണം നമ്മളൊന്നും എടുക്കണതാണല്ലോ. പിന്നെ ഞാനൊന്ന് വിമ്മൊന്നും ഇടാതെ ഒന്ന് കഴുകി മുറി അങ്ങോട്ട് തന്നെ തിരിച്ച് വെച്ചിട്ടു. അതിന് മേലൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിന്, അതൊക്കെ എടുത്ത് അവിടെയൊക്കെ നന്നാക്കി. പിന്നെ ഒരു മേശ ഉണ്ടായിന്, അതിൻ്റെ ഉള്ളിൽ പാത്രമൊക്കെ വെക്കണം. നമ്മൾ എപ്പോഴും എടുക്കാത്ത പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ്. അപ്പം അവിടെയൊക്കെ ഒന്ന് അടിച്ചേരി തൂത്തി വൃത്തിയാക്കി പിന്നെ അയക്കനൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടോ. പിന്നെ അവിടുത്തെ വാഷ് ബേസിൻ്റെ അടുത്തെ ചുമരുണ്ട്, ടൈലിട്ടാണ്. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അത് കഴിഞ്ഞ് പിന്നെ അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അടുപ്പിൻ്റെ അവിടെ സാധനങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല എളുപ്പമായിന്, കാരണം ചോറും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ച് തന്നല്ലോ. പിന്നെ അവിടെ ശരിയാക്കി അവിടെ വൃത്തിയായിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ ചെറിയൊരു കട്ടിലുണ്ട്, അപ്പോൾ ആ കട്ടിലൊന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ അടുക്കളൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്കള ഒന്ന് വെള്ളം പറഞ്ഞ് സോപ്പും ഇതൊക്കെ ഇട്ട് ഒന്ന് ഉരച്ച് കഴുകിട്ടോ. നല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കഴുകി വൃത്തിയാക്കി. പിന്നെ അവിടുത്തെ ചുമരുമ്മലും കുറേ അതും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്, അതൊക്കെ ഉരച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മളെ സിറ്റ് ഔട്ടിൽ നായ്ക്കൾ കയറുന്നതിന് കാക്കു കമ്പി കൊണ്ട് ഗ്രില്ലൊക്കെ വെച്ച് സെറ്റാക്കി. അപ്പം ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ.